നാലാമത് NBFFMR ഇന്ത്യ 2026 ചാമ്പ്യൻഷിപ്പിൽ 65 വയസ്സെന്ന പ്രായപരിധി പോലും വെല്ലുവിളിയാക്കി മാറ്റി വി ഫ്രാൻസിസ് ചേട്ടൻ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ മത്സരാർത്ഥികൾ പങ്കെടുത്ത ശക്തമായ മത്സരത്തിൽ ഫ്രാൻസിസ് ചേട്ടൻ 4ാം സ്ഥാനം നേടി. 1976 കാലഘട്ടത്തിലും 1979 കാലഘട്ടത്തിലും മത്സരവേദികളിൽ കരുത്തിന്റെ സാന്നിധ്യമായിരുന്നു വി ഫ്രാൻസിസ് ചേട്ടൻ. ആ കാലത്ത് ശരീര സൗന്ദര്യവും കഠിനാധ്വാനവും ഒരുമിച്ച് ചേർന്ന മത്സരങ്ങളിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. കോളേജ് പഠനകാലത്ത് തൃശ്ശൂർ ജില്ലാ വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ 1ാം സമ്മാനം നേടിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ 1ാം സമ്മാനം നേടിയിട്ടുണ്ട്. പിന്നീട് 48 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു മത്സരത്തിന് ഞാൻ ഇറങ്ങുന്നത്. തുടർന്ന് ജീവിതത്തിന്റെ തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും കാരണം ദീർഘമായ ഒരു ഇടവേള എടുക്കേണ്ടി വന്നു. 5 ദശാബ്ദങ്ങൾക്ക് ഇപ്പുറം വീണ്ടും മടങ്ങി വന്നിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യായാമക്കുറവ് മൂലം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന പല അസുഖങ്ങളും ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളും ഫ്രാൻസിസ് ചേട്ടനെയും തളർത്തി. ആരോഗ്യ പ്രശ്നങ്ങൾ ഓരോ ദിവസവും മുന്നറിയിപ്പുകളുമായി വന്നപ്പോഴും മനസ്സിലെ കരുത്ത് ഒരിക്കലും തളർന്നില്ല. വ്യായാമം തുടങ്ങി. അവിടെ ചെന്ന് അതിനുശേഷം പരിശോധന നടത്തിയപ്പോൾ എൻ്റെ ഡയബറ്റിക് നോർമലാകുകയും ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെയധികം കുറഞ്ഞ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ എനിക്ക് വ്യായാമം ചെയ്യാൻ കഴിയുമായിരുന്നു. ആ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു മത്സരം തൃശ്ശൂർ. ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളും കർശനമായ നിയന്ത്രണങ്ങളും പാലിച്ച് ആത്മവിശ്വാസത്തോടെയും അചഞ്ചലമായ മനസ്സോടെയും അദ്ദേഹം വീണ്ടും പരിശീലനത്തിലേക്ക് തിരിച്ചു. അവസാനം 4ാമത് NBFFMR ഇന്ത്യ 2026 ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ശക്തരായ മത്സരാർത്ഥികളെ മറികടന്ന് 4ാം സ്ഥാനം നേടി. അത് ഒരു റാങ്ക് മാത്രമല്ല, ജീവിതത്തോടുള്ള അദ്ദേഹത്തിന്റെ ജയമാണ്. വയസ്സ് ഒരു സംഖ്യ മാത്രമാണെന്നും രോഗങ്ങൾ പോലും മനസ്സ് വെച്ചാൽ പിന്നിലാക്കാമെന്നും ഒരിക്കലും വിട്ടുപോയ സ്വപ്നങ്ങൾ വീണ്ടും തിരിച്ചുപിടിക്കാമെന്നും ഫ്രാൻസിസ് ചേട്ടന്റെ ഈ നേട്ടം സമൂഹത്തോട് പറയുന്ന ശക്തമായ സന്ദേശം കൂടിയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ സൃഷ്ടിച്ചില്ലെങ്കിൽ ഇനിയും മത്സരങ്ങളിൽ തന്റെ കഴിവ് തെളിയിച്ച് 4ാം സ്ഥാനം എന്നുള്ളത് 1ാം സ്ഥാനമാക്കാനുള്ള ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. എന്തായാലും ഇറങ്ങി പുറപ്പെട്ട നിലയ്ക്ക് അത് 1ാം സ്ഥാനം നേടിയിട്ട് നിർത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ആയുസ്സിനും ആരോഗ്യത്തിനും വലിയ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ മത്സര രംഗത്ത് തുടരാൻ ആഗ്രഹിക്കുന്നു. ഈ അതുല്യ നേട്ടത്തിൽ വി ഫ്രാൻസിസ് ചേട്ടനെ സുപ്രീം വോയിസ് ന്യൂസ് ചാനലിന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ.